ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീക്കിലി എന്തായാലും ക്ലീൻ ചെയ്യും. അപ്പോൾ കുറേ ആയി ഷെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചിട്ട് തുണികളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. എന്തായാലും വൃത്തിയാക്കിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെയും പഴയപടിയാകും. അപ്പോൾ മടി കൂടാതെ ഇന്ന് എങ്ങനെ വൃത്തിയാക്കി എടുക്കാമെന്നാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾക്കൊക്കെ നല്ല മടിയായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ തുണികളൊക്കെ സെറ്റാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഓരോ സെക്ഷനിലും ഓരോരോന്നായി ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ വെച്ചിട്ട് ഓരോന്നോരോന്നാക്കി റെഡിയാക്കി. പിന്നെ പുതപ്പും ഇതൊക്കെ നമ്മൾ തിരുമ്പി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് തട്ടിയെടുക്കാൻ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ക്ലീനാക്കി മടക്കി വെച്ചു. പിന്നെ ഇതാ അലമാറയും വൃത്തിയാക്കിയിട്ടോ. പെട്ടെന്ന് കറണ്ട് പോയ കാരണം വീഡിയോ എടുക്കുമ്പോൾ നല്ല ഇരുട്ടായി, അപ്പോൾ അത് കാരണം ക്ലിയർ ഇല്ല. പിന്നെ നമ്മളെല്ലാം വൃത്തിയാക്കി എടുക്കുക. എല്ലാം ഞാൻ താഴെ തന്നെ ഇട്ടു. ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്യണ്ടല്ലോ കൊണ്ട് മൊത്തത്തിൽ അങ്ങ് അടിച്ച് കളയാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടോ. ഇതിൽ കൂടുതലും മോൻ്റെ കളിപ്പാട്ടങ്ങളുടെ ഓരോ അവശിഷ്ടങ്ങളാണ് കേട്ടോ. പുതിയത് വാങ്ങും, അതിന് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആളുകൊണ്ട് ആൾ കളിക്കും. പിന്നെ അതിൻ്റെ നെട്ടും ബോട്ടൊക്കെ അടിച്ച് പൊട്ടിച്ച് ടയറിന് ഒരു ഭാഗത്ത് ഡോറിന് ഒരു ഭാഗത്ത് വെച്ചിട്ട് എല്ലാം അങ്ങോട്ട് പൊട്ടിത്തെറികടാക്കി മാറ്റും. അപ്പോൾ ഞാനിതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അടിച്ച് വരാം കേട്ടോ. അപ്പോൾ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് വരും. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഞാൻ ഈ റൂമിൽ തന്നെയായിരുന്നു ഓരോന്നോരോന്ന്. ഇപ്പോൾ ഫോട്ടോൻ്റെ ചുറ്റും വാറാമലേക്ക് ഇതായിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടയച്ചു. നോമ്പിൻ്റെ സമയത്താണ് ഒന്ന് ക്ലീൻ ചെയ്ത് വന്നത്. മോൻ ഇടയിൽ കൂടെ വരുന്നുണ്ട്. ഞാനാണെങ്കിൽ അവരെ പിള്ളേരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. പൊടിയൊക്കെ അല്ലേ, അലർജി ആയിട്ട് ഇനി പ്രശ്നം വരണ്ടാവന്നിട്ട് വേഗം അവനെ പിടിച്ച് അങ്ങോട്ടിന് മാറ്റിട്ടോ. ജനലുകളിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു. കാറ്റും മഴയും വെയിലൊക്കെ മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയല്ലേ ഇപ്പോൾ. അപ്പോൾ പിള്ളേരെല്ലാവരും കൂടി പുറത്ത് കളിക്കുക കേട്ടോ. അവരത് കളറടിക്കലും ചിത്രം വരയ്ക്കലും ഒക്കെയാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ലാസ്റ്റ് വാരിക്കളയാ വെച്ചിട്ട് ഹാളും റൂമുകളും കിച്ചണൊക്കെ അടിച്ച് വാരി ക്ലീൻ ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ചാക്കിലാക്കിയിട്ട് പ്ലാസ്റ്റിക് വേറെ കുപ്പകൾ വേറെയൊക്കെ മാറ്റണ്ടേ, അങ്ങനെ. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഏകദേശം ഇതെൻ്റെ ക്ലീൻ ചെയ്യലൊക്കെ കഴിയുമ്പോൾ തന്നെ 2 മണിയായിട്ടോ. നിങ്ങളിതുപോലെ മടി കൂടാതെ ചെയ്ത് നോക്കി നോക്ക്. മടി കൂടാതെ പറയാനുള്ള എളുപ്പവഴി എന്താ, നമ്മളിങ്ങനെ വീട് വൃത്തിയായി കിടന്നാലേ അതിനൊരു ഭംഗിയുള്ളൂ അല്ലേ. അലങ്കോലായി കഴിഞ്ഞാലൊരു വൃത്തി ഉണ്ടാവില്ല. പിന്നെ മോൻ്റെ വണ്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഒരു ഭാഗത്ത് വെച്ചാലാണൊന്ന് സെറ്റായിരിക്കുള്ളൂ. ഇതിനാണെങ്കിൽ ഞാൻ എവിടെ ഉണ്ടോ അവിടെയൊക്കെ വരും, പിന്നെയും പിടിച്ച് മാറ്റും. പിന്നെ ഞാൻ ശേഷം അടുക്കളയിൽ അടിച്ചു വാരി അടുക്കളയിട്ട്. അപ്പോൾ അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് കിച്ചണിൻ്റെ അവിടെ എല്ലാവരും തുടച്ച് വൃത്തിയാക്കിയിട്ടോ. നമ്മുടെ വീട് ഒരു കൊച്ചു വീടാണ് കേട്ടോ. പുതിയ വീടൊക്കെ പ്ലാനിങ് ഉണ്ട് കയറ്റണമെന്ന്. ഇൻഷാ അല്ലാഹ് സമയമാകുമ്പോൾ ഒക്കെ റെഡിയാവില്ലേ. അപ്പോൾ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തു. ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. സംഭവം അടിച്ചു വാരി അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ്. പിന്നെ ഈ ഡപ്പകളൊക്കെ ഒന്ന് അടുക്കി വെച്ചു. വേറെ അതിന് വലിയ വൃത്തികേടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്കിൽ അടുക്കളൻ്റെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. പിന്നെ ചവിട്ടികളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനൊക്കെ കൊണ്ട് മാറ്റി വെച്ചു. ഇപ്പോൾ ആഴ്ചയിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരാഴ്ചയെങ്കിലും ക്ലീനായി കിടക്കുമല്ലോ. പിന്നെ ഈ ചവിട്ടികളും അതുപോലെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാമല്ലോ. പിന്നെ ഞാൻ തുടയ്ക്കാനുള്ള ഇതൊക്കെ എടുത്തിട്ടോ. ഡെയിലി തുടയ്ക്കിട്ടോ. എനിക്ക് ഡെയിലി തുടച്ചില്ലെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും. ചളിയില്ലെങ്കിൽ ഞാൻ ഡെയിലി തുടയ്ക്കും, എന്നാലല്ലേ നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയായിട്ടിരിക്കുള്ളൂ. അപ്പോൾ വൃത്തിയാണ് നമ്മുടെ വീടിൻ്റെ ബർക്കത്ത്. നല്ല വൃത്തിയായി കിടന്നാലല്ലേ വീടിന് ഐശ്വര്യം ബർക്കത്തൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഗാർഡൻസൊക്കെ പ്ലാൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ചെറിയ ഡപ്പകളിലൊക്കെ ആക്കി വെക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഉണ്ടാവും. അതിന് അത്യാവശ്യം വളമൊന്നും വേണ്ടല്ലോ, തന്നെ ഉണ്ടായി വരും. പിന്നെ ഞാൻ എൻ്റെ എല്ലാ പണിയും കുളിയും നിസ്കാരം അലക്കലൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മീൻകറി ഉണ്ടായിരുന്നു, മാങ്ങ അച്ചാറുണ്ടായിരുന്നു, മുരിങ്ങക്കറി ഉണ്ടായിരുന്നു കേട്ടോ.